പാകിസ്ഥാനിൽ ന്യൂനപക്ഷ പെൺകുട്ടികളുടെ നിർബന്ധിത മതപരിവർത്തന കേസുകളിൽ ആശങ്കാജനകമായ വർധനവുണ്ടായിരിക്കുന്നതായി റിപ്പോർട്ട്. ദ പീപ്പിൾസ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് റൈറ്റ്സ്, ദ സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നീ സംഘടനകൾ സംയുക്തമായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നത്. 2021 മാത്രം പ്രായപൂർത്തിയാകാത്ത 36 അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാം മതത്തിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കിയതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2020 ഇത്തരം 13 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നിടത്ത് 1 വർഷം കൊണ്ട് 3 ഇരട്ടിയോളം വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നേരിടുന്ന കടുത്ത അനീതിയിലേക്കും അവകാശ നിഷേധങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂനപക്ഷ മതസ്ഥരെ നിർബന്ധിത മതപരിവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് കൺവേർഷൻ ആക്ട് 2021 ബില്ല് തടഞ്ഞ പാർലമെന്റ് നടപടിയെ റിപ്പോർട്ട് തയ്യാറാക്കിയ സംഘടനാ പ്രതിനിധികൾ പ്രസ് കോൺഫറൻസിൽ അപലപിച്ചു. പെൺകുട്ടികളെ ഇരകളാക്കി രാജ്യത്ത് അരങ്ങേറുന്ന അക്രമങ്ങളെയും മതസ്വാതന്ത്ര്യ നിഷേധങ്ങളെയും ശരിയായി അവലോകനം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് പ്രസ് കോൺഫറൻസിൽ ആവശ്യമുന്നയിച്ചതായും ട്രിബ്യൂൺ വയേർഡ് എന്ന വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ മതത്തെ പുകമറയാക്കുന്ന പ്രവണതയെ അപലപിച്ച യോഗം ന്യൂനപക്ഷ പെൺകുട്ടികൾക്കെതിരെ അരങ്ങേറുന്ന നീച കുറ്റകൃത്യങ്ങളിലെ മതതാൽപര്യങ്ങൾ യഥാർത്ഥത്തിൽ മതത്തിന് തന്നെ കളങ്കം വരുത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗേന ന്യൂസ്.